പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, ഇനിയും പ്രതികരിക്കും. രാഷ്ട്രീയം മനുഷ്യത്വത്തിന് അതീതമാകരുത്. വിസ്മയ മോഹൻലാൽ. അതായത് നമ്മുടെ മേജർ മാമന്റെ അണ്ണാക്കിലേക്കാണ് വിസ്മയ ഈ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. ഓഗസ്റ്റ് 7-ാം തീയതി വിസ്മയയുടെ തുടക്കം എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ പാളയങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇങ്ങനെ അഴിച്ചുവിടുന്നുണ്ട്. സത്യത്തിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം എപ്പോഴും സംഘപരിവാറിനോട് ചേർന്നിരിക്കുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ലാലേട്ടൻ്റെയോ അല്ലെങ്കിൽ മമ്മൂക്കായുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടന്മാരുടെയോ രാഷ്ട്രീയത്തെ നമ്മൾ ചതഞ്ഞിട്ടില്ല. അവർ സിനിമാ നടൻ എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സംഘപരിവാറിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന ഈ പറയുന്ന ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരട. അതിനിപ്പോൾ ലാലേട്ടനായിക്കോട്ടെ, ലാലേട്ടൻ്റെ മകളായിക്കോട്ടെ, ഇനി മമ്മൂക്ക ആയിക്കോട്ടെ, ഇനി മറ്റാരും ആയിക്കോട്ടെ, സംഘപരിവാറിനെതിരെ ഇവിടെ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. ആ മിണ്ടിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്താണെങ്കിലും നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടനെ വെച്ച് 3-4 സിനിമകൾ ചെയ്തിട്ടുള്ള തങ്കി രവി ഇത്രയും വലിയൊരു പരാമർശം നടത്തിയിട്ട് നമ്മുടെ ലാലേട്ടൻ പ്രതികരിച്ച് കണ്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു സമൂഹ മാധ്യമങ്ങളെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചോദ്യം. എന്നാൽ അവസാനം ഒടുവിൽ നമ്മുടെ ലാലേട്ടൻ പ്രതികരിച്ചിരിക്കുന്നു. ആ ഒരു മറുപടി ശരിക്കും ഈ സംഘി മാമന്റെ അണ്ണാക്കിൽ തന്നെയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതെന്തായാലും ഒന്ന് കേട്ടു നോക്കാം. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണെന്ന്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിലൊരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കോർപ്പറേറ്റ് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട്, നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ അജിറ്റേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നത്, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടിയില്ല അവിടെ, കുട്ടികളെന്ന് നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ, അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനത് സംസാരിച്ചിട്ടില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഉളുപ്പോ മാനോ ഉസുറോ ഇല്ലാത്ത ഇയാളെയൊക്കെ മേജർ എന്ന് വിളിക്കുന്നവനുണ്ടല്ലോ, കണ്ടം വഴി ഓടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം മായ എന്ന് പറയുന്ന നമ്മുടെ വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയപരമായിട്ട് ഇവരൊന്നും ഇല്ലെന്നാണ് ഈ വെട്ടാവളിയും പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് മായ കൊടുത്തത്. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്, അല്ലേ? അപ്പൊ ഇതിൽ കൂടുതൽ മറുപടി ഇനി ഇവൻ അർഹിക്കുന്നില്ല. ഇപ്പൊ ലാലേട്ടനെ വെച്ച് 2-3 സിനിമ ഒക്കെ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ അതൊക്കെ ബ്രേക്കപ്പ് ആയെന്നാണ് കേൾക്കുന്നത്. ഇനി ലാലേട്ടനിൽ അവന്റെ സിനിമയിൽ അഭിനയിച്ചാൽ അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്തടിക്കുന്നത് പോലെ ആയിപ്പോവും. എത്രയോ ലാലേട്ടൻ അവസാനം പ്രതികരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കി കേട്ടോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. So yes, Archana and Archana. You have all the freedom to talk. As an individual, you have all the right to talk and express it. ഇതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒരു കാര്യം എന്ത് പറഞ്ഞാലും കുഴപ്പമായിട്ട് വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ഞാനൊക്കെ അതിൽ കൂടെയാണ് പോകുന്നത്, അറിയാം. അതൊക്കെ ആ ഒരു സമയമാണ്. അതൊരു നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂടി കാര്യങ്ങളൊക്കെ ഫോക്കസിലേക്ക് മാറുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. എനിക്ക് I can't control you. I can't control them or anybody. I can only control myself and എനിക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ പറ്റി എന്തിനാ ഞാൻ ഇരുന്ന് അയ്യോ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, അത് വൈ വുഡ് എനിക്ക് അങ്ങനെ എമോഷൻസ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ. അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണെന്ന്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ പറ്റുള്ളൂ. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇപ്പോൾ പണ്ട് ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പണ്ട് ഉണ്ടായിരുന്നു ലാൽ, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ് നമ്മളെ അറിയാതെ പ്രാഗമായിരുന്നു. കേട്ടല്ലോ അല്ലേ? പണ്ട് ലാലേട്ടൻ നമ്മുടെ പ്രധാനമന്ത്രി കോവിഡ് ടൈമിന്
പാത്രം കൊട്ടിയാൽ വൈറസ് ചാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ പാത്രം കൊട്ടിയല്ലേ. അന്ന് ലാലേട്ടനെ അനുകൂലിച്ച് വന്ന ഒരുപാട് സംഖ്യകളെ നമ്മൾ കണ്ടു. അത് കേട്ടിട്ട് സംഖ്യകളും പാത്രം കൊട്ടിയവരുണ്ട്. അപ്പം സംഘപരിവാർ പറയുന്നത് എന്താണോ അത് കൃത്യമായിട്ട് ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മറിച്ച് വ്യക്തിപരമായിട്ട് വിസ്മയ മോഹൻലാൽ ഇവിടുത്തെ വിദ്യാർത്ഥി, ആ കുട്ടിയും ഒരു വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ആ കുട്ടിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച ഈ സംഖ്യ ഓളികൾക്ക് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ മറുപടി കൊടുത്തായിരുന്നു. എന്തായാലും അവസാനം അച്ഛനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ ഈ ഒരു മറുപടി കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദിവസം കഴിയുമ്പോൾ നമ്മുടെ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പം നല്ലവരായിട്ടുള്ള ആളുകളെല്ലാവരും ഈ സിനിമ പോയി കാണുക, നല്ലൊരു വിജയമാക്കുക. കാരണം നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ സ്വീകരിക്കും. എന്തായാലും ഞാൻ ആദ്യ ഷോ കാണും, കണ്ട് എൻ്റെ റിവ്യൂമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും